നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ സന്ദേശങ്ങൾ, അവിടുത്തെ വചനങ്ങൾ ലോക ജനതക്ക് അറിയിച്ചു കൊടുക്കുക എന്നൊരു ദൗത്യം ഈ ഉമ്മത്തിനുണ്ട്. കാരണം ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം പുകഴ്ത്തി പറയുന്ന, വാഴ്ത്തപ്പെടേണ്ട ഒരു നേതാവ് ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. 1501 ജന്മദിനം കൊണ്ടാടുമ്പോൾ ലോകത്ത് ആ നബി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടാനുള്ള ആവേശം കൂടി വരികയാണ് എന്നതാണ് നബി തങ്ങളുടെ ഒന്നാമത്തെ സവിശേഷത. നമുക്കറിയാം, നമ്മുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ ആചരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നതിനപ്പുറം നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ വർഷം ഉണ്ടാകുന്ന ആ ഒരു ആവേശം രണ്ടാം വർഷത്തിൽ ഉണ്ടാകാറില്ല. അങ്ങനെ കൊല്ലം കഴിയും തോറും നമ്മുടെ ജന്മദിനത്തിന്റെ മഹത്വം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ, ലോകത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടാൻ എല്ലാ വർഷത്തേക്കാളും, കഴിഞ്ഞ കൊല്ലങ്ങളെക്കാളും ഈ വർഷം കൂടുതൽ ആവേശഭരിതരായി കോടാന കോടി ജനങ്ങൾ, കോടാന കോടി ഡോളറുകളും ദീനാറുകളും ദിർഹമുകളും പൈസകളും ചെലവഴിക്കുന്നത് അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് എല്ലാ ഈമാനുള്ള വിശ്വാസികൾക്കും അത് അനിവാര്യമാണ്. കാരണം ലോകത്ത് ഇസ്ലാമിനെ ജീവിപ്പിച്ചൊരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ, വരാനില്ലായിരുന്നു എങ്കിൽ ഈ ലോകത്തെ പടക്കാനില്ല, ഈ ആകാശങ്ങളെ പടക്കാനില്ല, ഭൂമിയെ പടക്കാനില്ല, സ്വർഗമില്ല, നരകമില്ല. അഖിലാണ്ട് ഗടാഹങ്ങളെ മുഴുവനും പടച്ചത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ടാണ്. സ്വർഗലോകത്തിനെ പടക്കുന്നതിന് എത്രയോ മുമ്പ് ഹബീബായ നബി തങ്ങളെ നൂറ് മുഹമ്മദിനെ പടച്ചു എന്നതാണ് ചരിത്രമുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടക്കുന്നതിന് എത്രയോ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തെ പടച്ചു എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോൾ ആ പ്രകാശമായിട്ടാണ് വന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുമ്പോൾ ആ പ്രകാശമായിട്ടാണ് വന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് നമ്രൂദ് തീകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു രോമത്തിന് പോറലേൽക്കില്ല, കരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ അത് ഒന്നാമത്തെ സവിശേഷത മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നൂറായിരുന്നു, പ്രകാശമായിരുന്നു എന്നതാണ്. അങ്ങനെ ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകനുമായി ബന്ധിപ്പിക്കാതെ, പ്രവാചകനെ പരിചയപ്പെടുത്താതെ, പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരു പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു താബിഈകളും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു സ്വഹാബത്തും കഴിഞ്ഞു പോയിട്ടില്ല. ലോകത്ത് മനുഷ്യർക്ക് മുഴുവനും മഹത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ സ്നേഹം കൊണ്ടാണ് കിട്ടിയത് എന്നതാണ്. സ്വഹാബത്തിനെ നമുക്കറിയാം, മഹാന്മാരായ സ്വഹാബത്തിന് എന്തുകൊണ്ട് പവർ കിട്ടി? നിസ്കാരം കൊണ്ട് കിട്ടിയതല്ല, അവരുടെ നോമ്പ് കൊണ്ട് കിട്ടിയതല്ല, ഹജ്ജ് കൊണ്ട് കിട്ടിയതല്ല, തൗഹീദ് കൊണ്ട് കിട്ടിയതല്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാകുന്ന ആ പ്രകാശമാകുന്ന മുഖത്തേക്ക് ഈമാനോടുകൂടെ, നബി തങ്ങളോടുകൂടി ഒരു സെക്കൻഡ് എന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഒരു സെക്കൻഡ് നേരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു സെക്കൻഡ് നേരം പ്രവാചകന്റെ ഹദ്റത്തിൽ സാന്നിധ്യം അറിയിച്ചാൽ ആ മനുഷ്യൻ ലോകത്ത് അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഒരു വക്ത് നിസ്കാരം വേണ്ട, ഒരു ഹജ്ജ് വേണ്ട, ഒരു സുന്നത്ത് നിസ്കാരം വേണ്ട, ഒരു തസ്ബീഹ് വേണ്ട, ഒരു അമലും വേണ്ട. പ്രവാചകന്റെ ഹദ്റത്തിലേക്ക് വന്ന് നൂറുകണക്കായ ആളുകളെ കൊന്ന കൊലയാളിയാണെങ്കിലും, എത്രയോ ജനങ്ങളെ കൊന്ന മനുഷ്യരാണെങ്കിലും, കള്ളു കുടിച്ച് കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ അടിമകളായി ആയിരക്കണക്കിന് സ്ത്രീകളെ വ്യഭിചരിച്ച് തെറ്റുകുറ്റങ്ങളാൽ സമർപ്പിതമായി ജീവിതം കറുപ്പിച്ച മനുഷ്യർ ഒരൊറ്റ സെക്കൻഡ് നേരം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളുടെ അടുക്കൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി നബിയുടെ ഹദ്റത്തിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് ഉടനെ ആ മനുഷ്യൻ മരിച്ചു. ഒരു ബാങ്ക് കൊടുത്തിട്ടില്ല, ഒരു നിസ്കാരത്തിന്റെ സമയമായിട്ടില്ല. അതേ സമയത്ത് അവൻ മരിച്ചാൽ ആ മനുഷ്യൻ അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് ലോകത്തിന് എത്രയോ
മഹത്വം പഠിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ നബിയുടെ മഹത്വം എന്താണ്? ഒരു സ്വഹാബിയുടെ ഫള്, ഒരു സ്വഹാബിയുടെ മഹത്വം ലോകത്താർക്കും നേടിയെടുക്കാൻ കഴിയാത്തതാണ്. ആ സ്വഹാബിക്ക് കിട്ടിയപ്പോൾ അത് ഹബീബായ നബി തങ്ങളാണെങ്കിൽ ഇനി നിങ്ങൾ പറ, നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർ വിവരദോഷികളാണോ അല്ലേ എന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ നബി തങ്ങളെ അടുക്കൽ നിന്ന മനുഷ്യനിക്ക് പോലും സ്വർഗത്തിൽ അത്ര വലിയ സ്ഥാനം കിട്ടുമെന്നല്ല, അവർ നക്ഷത്ര തുല്യരാണെന്നുണ്ടെങ്കിൽ ആ നബിയുടെ ഫള് എന്താണ്? നബിയെ കണ്ട മനുഷ്യനിക്ക് അത്ര ഫളാണെങ്കിൽ ആ നബിയുടെ ഫള് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് ആ നബിയെ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അവിടുത്തെ മൗലിദുകൾ നമ്മൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം. ആരെങ്കിലും വിവരമില്ലാത്ത ആളുകൾ അടിച്ചുവിടുന്ന പത്രക്കട്ടിങ്ങുകൾ വായിച്ചുകൊണ്ട് നബിയുടെ പേരിലുള്ള മൗലിദുകൾ, അവിടുത്തെ മദ്ഹുകൾ, അവിടുത്തെ ആഘോഷങ്ങൾ, മീലാദ് ആഘോഷങ്ങൾ അനിസ്ലാമികമാണെന്ന് പറയുന്നവരോട് വിനയപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ സൗഹൃദത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്നലകളുടെ ചരിത്രം പഠിക്കണം, സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കണം, താബിഈങ്ങളുടെ ചരിത്രം പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണ് നബി തങ്ങളെ സ്നേഹിച്ചത്? ചെറിയൊരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ തൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം വെച്ച സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് മഹാനായ തൗബാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് ദുഃഖിതനായി ശരീരമാകം മെലിഞ്ഞൊട്ടിക്കൊണ്ട് പ്രവാചകന്റെ ഹദറത്തിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് വളരെ വിഷമത്തോടെ ചോദിക്കുന്നു, തൗബാൻ, എന്ത് പറ്റി തൗബാൻ? നിന്റെ വിഷമം എന്താണ്? വമാ ഹമ്മുക യാ തൗബാൻ, നിന്റെ വിഷമം എന്താണ്? എന്നോട് പറ. അല്ലാഹുവിന്റെ റസൂലിനോട് തൗബാൻ റളിയല്ലാഹു എന്ന് പറയുന്ന മറുപടി എന്താണെന്നറിയോ? നബിയേ, ഞാൻ എന്റെ ശരീരമാകെ മെലിഞ്ഞിരിക്കുന്നു നബിയേ, എനിക്കൊരു ഒരേ വിഷമമുള്ളൂ നബിയേ, എനിക്കൊരേ ഒരു ബേജാറേ ഉള്ളൂ നബിയേ, വേറൊരു സങ്കടമില്ല. എന്റെ ഭാര്യയെ പറ്റി സങ്കടമില്ല, എന്റെ മക്കളെ പറ്റി സങ്കടമില്ല. അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഫാത്താകുമെന്നുറപ്പാണല്ലോ, അതുപോലെ സൗബാനും മരിക്കുമല്ലോ. എനിക്ക് മദീനത്തെ പള്ളിയിൽ വന്നാൽ സൗബാന് തങ്ങൾക്ക് നബി തങ്ങളെ കാണാൻ കഴിയുന്നു. നാളെ സ്വർഗത്തിലെത്തിയാൽ നബിയേ, സൗബാനാകുന്ന ഞാൻ എവിടെയാണ് ഉണ്ടാവുക? തങ്ങൾ മഖാമും മഹ്മൂദിനാണ്. വബഅദഹു മഖാമും മഹ്മൂദൻ الذي وعدت ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ബാങ്ക് കൊടുത്തതിന് ശേഷം, ഇഖാമത്ത് കൊടുത്തതിന് ശേഷം ആരെങ്കിലും നബി തങ്ങളോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഈ ദുആ നടത്തിയാൽ ഹല്ലത ലഹു ശഫാഅതി, എന്റെ ശഫാഅത്ത് അവനിക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ട് ബാങ്ക് കൊടുത്താൽ ഈ ദുആ എല്ലാ മുഅ്മിനീങ്ങളും ചെയ്യണം. അത് ചൊല്ലൽ സുന്നത്താണ്. ആ നബി തങ്ങൾ മഖാമും മഹ്മൂദാകുന്ന വലിയ സ്ഥാനത്തിരിക്കുമ്പോ നബിയേ, തൗബാനിൽ സ്വർഗ്ഗത്തിൽ നബിയെ കാണുമോ? സൗബാൻ നബി തങ്ങളെ കാണാൻ കഴിയുമോ? തങ്ങളെവിടെയോ ആണ്, പാവപ്പെട്ട സൗബാൻ എവിടെയോ ആണെങ്കിൽ എനിക്കെങ്ങനെ തങ്ങളെ കാണാൻ കഴിയും? തങ്ങളെ കാണാൻ കഴിയില്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടിയിട്ട് പ്രയോജനമില്ല നബിയേ. എനിക്ക് ദുനിയാവിൽ തങ്ങളെ കണ്ടതുപോലെ നാളെ സ്വർഗത്തിലും എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അത് തങ്ങളെ കാണലാണ്. ഇതായിരുന്നു സ്വഹാബത്തിന്റെ മഹത്വം, ഇതായിരുന്നു സ്വഹാബത്തിന്റെ പ്രണയം. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി തങ്ങളെ സ്നേഹിക്കണം, മഹബ്ബത്ത് വെക്കണം, സ്വലാത്തുകൾ ചൊല്ലണം, മദ്ഹുകൾ ചൊല്ലണം. എല്ലാ ജനങ്ങളോടും എല്ലാവരോടും പറയുന്നു, ഇൻഷാ അല്ലാഹ് ഈ മീലാദ് ദിവസത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു പരിപാടി ഇന്നിവിടെ നമ്മുടെ മീലാദ് റാലി നടന്നു കഴിഞ്ഞു. വളരെ മനോഹരമായി രാവിലെ നോക്കുമ്പോൾ ഇന്ന് 4:30 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോ നല്ല ഇടിപിടിച്ചുകൊണ്ട് നല്ല ഇടി എടുത്തുള്ള മഴയാണ്. ആ ചെടിയോടുകൂടിയുള്ള മഴ വരുമ്പോ ആളുകളെല്ലാം നിരാശരായിരുന്നു. ഇന്നത്തെ റാലി ഇല്ല, ഇന്ന് നടക്കൂല എന്നായിരുന്നു. പക്ഷേ നമ്മുടെ നിയ്യത്തനുസരിച്ച് ഒടാതെ പള്ളിയിൽ നിന്ന് ദുആ ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങി. തിരിച്ചെത്തുന്നത് വരെ ഒരു തുള്ളി വെള്ളം വന്ന് മഴ അല്ലാഹ് തന്നില്ല. എന്തേ? ഇത് നമ്മുടെ ഫദ്ലല്ല. ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകനെ ഇഷ്ടം വെച്ചുകൊണ്ട്, ആ നബി തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ട കൊടാജ നിവാസികൾ ഉണ്ടാക്കി കൊടുത്ത 10 രൂപ 100 രൂപ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഉണ്ടാക്കിയ ഈ മീലാദ് റാലി, മീലാദ് പരിപാടി അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ നബിയെ സ്നേഹിച്ചുകൊണ്ട് പാവപ്പെട്ട ആശിഖീകൾ ഉണ്ടാക്കിയ പരിപാടിയെ സംരക്ഷിക്കൽ അല്ലാഹു ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അല്ലാഹു ഫദ്ൽ ചെയ്തില്ലേ? അല്ലാഹു
അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്തില്ലേ? അൽഹംദുലില്ലാഹ് അൽഫ മർറ. അല്ലാഹു അത് ഖിയാമത്ത് നാളോളം നിലനിർത്തി തരട്ടെ. അതിന് സഹകരിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനി നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ഇൻഷാ അല്ലാഹ് 12 മണിയാകുമ്പോ കൃത്യം 12 മണിക്ക് ഇൻഷാ അല്ലാഹ് മൗലിദ് തുടങ്ങും. ആരെയും കാത്തു നിൽക്കാനില്ല. സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് ഫാത്തിഹ വിളിക്കും. അതുകൊണ്ട് തുടക്കത്തിന്റെ ഫാത്തിഹയ്ക്ക് തന്നെ വന്നുകൂടി അവസാനത്തെ ദുആ വരെ കൂടി ളുഹർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്ത് അതിനുശേഷമുള്ള തബറുക്ക് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 2 മണിക്ക് നമ്മുടെ കുട്ടികൾ എത്രയോ ദിവസങ്ങളോളമായി നമ്മുടെ മദ്രസ അധ്യാപകന്മാരായ പാവപ്പെട്ട ഉസ്താദുമാർ അധ്വാനിച്ചുകൊണ്ട് അവർക്ക് പഠിപ്പിച്ച പ്രസംഗങ്ങൾ, പാട്ടുകൾ, അവരുടെ കലാപരിപാടികൾ അത് രക്ഷിതാക്കളായ നിങ്ങൾ വന്ന് കാണണം. ഒരു ദിവസം അതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് നാളെയും സ്കൂൾ ഉള്ളത് കൊണ്ട് നാളെ 5 മണിക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങളുടെ ആവേശമാണ് ഈ വിജയം. അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ സഹകരിക്കണം എന്ന് എല്ലാ നേതാക്കളോടും, എല്ലാ രക്ഷിതാക്കളോടും, കമ്മിറ്റി ഭാരവാഹികളോടും, യംഗ് പ്രവർത്തകന്മാരോട്, മദ്രസ അധ്യാപകന്മാരോട്, വിദ്യാർത്ഥിനികളോട്, ഉമ്മകന്മാരോട് എല്ലാവരോടും വസിയത്ത് ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. കൂടുവാനും കാണുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിപാടികളെല്ലാം അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ.